ശരണ്യ കല്ലേട്ട അല്ലച്ചണ്ടിരിക്കുകയാണോ രാവിലെ തന്നെ? അല്ലേ ആ അത് ഇണക്കിയിട്ടും ശരിയായില്ലല്ലേ? ആ നമുക്കിനി ഒരെണ്ണം മേടിക്കണം. എൻ്റെ പൊന്നെ, അല്ല അത് വല്ല ഇത്രയൊന്നും ഇട്ട് അലക്കല്ലേ, അല്ല അതും വിഷമിക്കും. ഞാൻ അലക്കിത്തരാം. എന്താണ് ഞാൻ അലക്കിയ? ആണുങ്ങൾ അലക്കണേന് എന്താണ് കുഴപ്പം? അല്ല എൻ്റെ ശരണ്യക്ക് എല്ലാം എടുത്തിട്ട് അലക്കാനുള്ള ആവതില്ലല്ലോ. അപ്പം ഞാൻ സഹായിക്കണേൽ ഒരു തെറ്റും ഇല്ല. ശരണ്യ എന്തോ ഇതെന്ത് പറ്റി? ഇത് വീഡിയോ ആക്കിയാ? ഇന്ന് ചെയ്യണതാ? ഇന്ന് ചെയ്യണതാ? എന്നാ വീഡിയോ എന്താണ്? ആ ഞാനോർത്ത് ഇപ്പൊ ഇതെന്നാ വീഡിയോ എടുക്കുമെന്ന്. ഞാൻ പിന്നെ ചുമ്മാ ശരണ്യ അലക്കണ കണ്ടപ്പോ എടുത്തന്നേ ഉള്ളു. ആ അപ്പൊ ഇനി ഞാൻ പോയി മീൻ മേടിച്ചോണ്ട് വല്ലോ. ആ മീൻ മേടിച്ചോണ്ട് ഭയങ്കര അഴുക്കൊന്നും ഇല്ല അതുമ്മേ. അത് ശരണ്യ ഞാനുള്ള കൊണ്ട് പറഞ്ഞു. ശരണ്യല്ല ചെയ്യണത്. അത് ഒരച്ചൊരച്ച് കളയല്ലേ, എൻ്റെ പാൻറ് തേഞ്ഞു തീരും. എൻ്റെ ദൈവമേ, ഇങ്ങനെയാണോ പാൻറ്? ഇട്ടടിച്ചാൽ മതി. ഓ ഇന്ന് പാൻറ് മിക്കവാറും കൊളാക്കി തരും എനിക്ക് മേലെ. എൻ്റെ ഭഗവാനെ, ഇതെനിക്കിനി ഇടാൻ പറ്റുമോ? ആ അപ്പം ഞാൻ പോയി മീൻ മേടിച്ചോണ്ട് വരട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മീൻ കറി വെക്കണതല്ലേ? എന്നാ മീനാണെങ്കിലും അത് കറി വെക്കണ വീഡിയോ. ആ ചെല്ലുമ്പോൾ അറിയാം ഇനി മീൻ എന്നാണെന്ന്. ആ ശരണ്യ എന്നാടിക്കാണ്? എന്റെ കൂട്ടുകാരെ, ഞാൻ തുണി ഇറക്കിയിട്ട് വന്ന നേരം കൊണ്ട് കൊടുത്ത് ഒരു ജ്യൂസ് ഇളക്കി കുടിക്കാമെന്ന്. വിഷമിച്ചേന് അലക്കി വിഷമിച്ചേന് ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞു. തണുത്ത ജ്യൂസ് അങ്ങോട്ട് കുടിക്കാന്ന് പറഞ്ഞു. എന്നാ ജ്യൂസാണ് ശരണ്യ? നമ്മുടെ ആപ്പിൾ ജ്യൂസ്. ആഹാ, ആപ്പിൾ ജ്യൂസാണ്. ആപ്പിൾ ജ്യൂസ് നല്ലതല്ലേ? ആ ആ എന്നാ ശരിയാണ്. ഇച്ചിരി ആരോഗ്യമൊക്കെ കിട്ടട്ടെ ശരണ്യക്ക്. അപ്പൊ അടുത്ത പാൻ്റെ അടുത്ത് ഇളക്കാനുള്ള ഇത് കിട്ടും. എൻ്റെ ദൈവം, എന്നാ ഞാൻ പോയി മീൻ മേടിച്ചോണ്ട് വരട്ടെ. ശരണ്യ ആപ്പിൾ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ആപ്പിൾ ജ്യൂസ് അടിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടായോ? അല്ലെങ്കിൽ അത് ശരിയാവത്തില്ലല്ലോ കാണിച്ചു തന്നില്ലെങ്കിൽ. കാണിച്ചു തരാം. എന്താണ്? അങ്ങോട്ട് നോക്കിക്കേ. ആ അതേ കണ്ടാ കൂട്ടുകാരെ, എന്തൊക്കെയാണമ്മ ഒന്ന് കാണിച്ച് എടുക്കട്ടെ. ഞാനേ ഇന്നലെ നല്ല മീൻകറിയായിരുന്നു വെച്ചത്. അപ്പൊ ആ ചട്ടിനകത്ത് ഇച്ചിരി ചോറിട്ട് പഴഞ്ചോറിട്ട് വെച്ചേച്ച് ഞാനത് വിരട്ടി തിന്നി അണിച്ചിട്ട് കട്ടൻ കാപ്പിയും പഴഞ്ചോറും. കൂട്ടുകാരെ ഇത് കണ്ട ചട്ടിയുടെ അകത്ത് പഴഞ്ചോറിട്ട് തിന്നണ്ടിരിക്കുകയാണ് അമ്മ. കണ്ട അരിയൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. എന്നാലും അമ്മ ഈ ഷുഗറിന്റെ മരുന്നൊക്കെ കഴിക്കണ കാരണം അമ്മക്ക് ഉച്ചയാകുമ്പോൾ വിശക്കും. ഞാൻ മുട്ട അത്ര താല്പര്യപ്പെട്ടില്ല. അല്ല മറ്റേ കപ്പപ്പുട്ട് തിന്നില്ലേ? കപ്പപ്പുട്ട് ഒരു തുള്ളി എടുത്തുള്ളു. ആ ഷുഗർ ഉള്ളതുകൊണ്ടല്ലേ? ആ കപ്പയൊന്നും അങ്ങനെ കഴിക്കും. ഇച്ചിരി എടുത്തോളെ. അപ്പൊ ഞാൻ പഴഞ്ചോറ് കഴിക്കാല്ലെന്ന് ഓർത്ത്. അമ്മ അല്ലല്ലോ. അല്ല അമ്മക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്. അമ്മക്ക് ഈ ഷുഗറിന്റെ ഗുളികയൊക്കെ കഴിക്കണോണ്ട് ഇടയ്ക്കൊരു വിശപ്പുണ്ട്. അതാണ് ഞാൻ പഴഞ്ചോറ് ഇങ്ങനെ വരട്ടി ചട്ടിയിലിട്ട് വരട്ടി കഴിക്കും. എന്നും പഴഞ്ചോറ് കഴിക്കാലോ കേട്ടോ. പഴഞ്ചോറ് കഴിച്ചാ വണ്ണം വെക്കും അമ്മ. എന്നും പഴഞ്ചോറ് കഴിക്കാലോ. ശരണ്യ ഒരു പിടി മേടിച്ച് കഴിച്ചോളെ.
നല്ല രസമല്ലേ? നല്ല കറിയായിരുന്നു. നല്ലതാണല്ലേ? നല്ല മീൻകറിയായിരുന്നു. ആ ആ എന്നാ അമ്മ കഴിക്ക്. ആ നേരത്ത് ശരണ്യ ജ്യൂസ് അടിക്കട്ടെ അല്ലേ ശരണ്യ? ആ എന്നാ പോയി വാ കഴുകിയച്ചും വന്ന് ജ്യൂസ് അടിക്ക്. എന്നാ അതിന് കൂട്ടുകാരെ, എന്റെ ആപ്പിൾ ജ്യൂസ് നിങ്ങൾക്ക് കാണുണ്ടായോ? ഞാൻ ഒഴിച്ച് കാണിക്കാവേ. അതാണ് ആപ്പിൾ ജ്യൂസ് ശരണ്യ. ഇത് എനിക്ക് ഒറ്റക്കല്ല കൂട്ടുകാരെ, പിന്നെ നമ്മൾ രണ്ടുപേരും കൂടിയാ കുടിക്കുന്നത്. ശരണ്യ ആദ്യം കുടിക്ക്. ഞാൻ കുടിച്ച് ശരണ്യക്കല്ലേ ക്ഷീണം? ഞാൻ കുടിച്ച് കാണിച്ചത്. ആ ശരണ്യ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആ എന്നാ മൊത്തം കുടിക്കുക കേട്ടാ. രണ്ടുപേരും കൂടി ഫോണിലൊക്കെ നോക്കിയിരിക്കുകയാണ്. അമ്മേ എന്തോ ഇതെന്നാ നോക്കിയാണ് രണ്ടുപേരും കൂടി? അച്ഛനെ ആ എവിടെയോ ഒരു വീടും സ്ഥലവും വെക്കാനുണ്ട്. ആ അപ്പൊ ആ വീടിന്റെ ഫോട്ടോ എടുത്തോണ്ട് വന്നത് കണ്ടോണ്ടിരിക്കല്ലേ, എന്നെ കാണിച്ചു തരികയാണ്. ആ ശരി ശരി. എന്നാ ശരി, ഞാൻ പോയി മീൻ മേടിച്ചു. അച്ഛാ എന്നാ ഞാൻ പോയി മീൻ മേടിച്ചോണ്ട് വരട്ടെ. കൂട്ടുകാരെ അച്ഛനിപ്പോ വന്നതേ ഉള്ളു കേട്ടാ. അതാണ് അപ്പൊ ഞാൻ മീൻ മേടിച്ചോണ്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ മീനൊക്കെ മേടിച്ചോണ്ടതേ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് എത്തിയാണ്. പക്ഷേ സമയം പോയി. ഞാൻ അവിടെ ഇവിടെയൊക്കെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു വന്നപ്പോൾ സമയം പോയി. വീട്ടിൽ ചെല്ലുമ്പോൾ എന്താകുമെന്ന് ദൈവത്തിനറിയാം. വീട്ടിൽ ചെല്ലുമ്പോഴുള്ള വിശേഷത്തിലേക്ക് പോകും. ശരണ്യ എന്നാക്കെയാണെന്ന് നോക്കിക്കേ. പയറോ? ആ ഇന്നാ ഇത് പിടിച്ച്. ഇതെന്താണ് ഇന്ന് കുളിച്ചുമില്ല, ഞാൻ പോയേച്ചും വന്നപ്പോൾ ഒരുങ്ങിയിട്ടില്ല, മാല ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല ഈ ശരണ്യ. അതെന്താണ്? എനിക്ക് മാല ചൂടല്ലേ, അപ്പൊ പൊടല് പൊട്ടും. പിന്നെ എന്നാ ഇത് പിടി. എന്താ കൂട്ടുകാർ? ഓ പിന്നെ പിന്നെ എന്ത് കാര്യമായി പോയെന്നറിയാവോ? എന്നാ ഇത് പിടി. പയറ്, ഇത് മുല്ലപ്പൂ. അതാ. പിന്നെ ഇപ്പൊ സമയം എന്തായെന്നറിയാവോ? ഞാനോർത്ത് ശരണ്യ എന്നെ വഴക്കിടുവന്ന്. സമയം പോയി. നിങ്ങൾക്ക് സമയം കാണാം, കാണിച്ചു തരാം. കണ്ട 1:30 മണിയായി. ഇപ്പോഴാണ് ഞാൻ കറി വെക്കാനും കൊണ്ടുവന്നത്. ഞാനേ ഒത്തിരി നേരം സമയം പോയാൽ അറിഞ്ഞില്ല. ഓരോരുത്തരോട് വർത്താനം പറഞ്ഞു. ശരണ്യ എന്തോ? അപ്പൊ കൂട്ടുകാരെ സമയം കണ്ട, ഈ സമയത്ത് വേണം ഇനി ഞങ്ങൾ ഇതെല്ലാം ചെയ്യാൻ. എന്നാണ് മീനൊന്ന് നോക്കിക്കേ. ഒരു ചട്ടിയെട് എന്നിട്ട് കാണിക്കാം. അങ്ങനെ ശരണ്യ ചട്ടിയിലിടുമ്പോൾ ശരണ്യ എന്നെ ദേഷ്യപ്പെടരുത്. അല്ല അത് നമ്മുടെ ടോബിക്ക് വേണ്ടിയാ. എൻ്റെ ശരണ്യ എന്നോട് ദേഷ്യപ്പെടാറില്ല. എന്നാലും ഒരെണ്ണം കുടഞ്ഞിടാം ആദ്യം. കണ്ടാ കൂട്ടുകാരെ, അടിപൊളി നങ്കാണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ നങ്ക്. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടില്ലേ? ഇനി അടുത്തതൊന്ന് ഒരു ചട്ടി കൂടി എടുത്തേ. അല്ല രണ്ടുപേരും കൂടി അങ്ങോട്ട് വെട്ട്. ഗിരിജാ വെട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന്. അപ്പൊ കണ്ട നങ്ക് കണ്ട, പച്ച നങ്കാണ്. കടലിന്ന് ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളു ശരണ്യ. അതാണ് ഞാൻ താമസിച്ചത്. ഞാൻ കടലിൽ പോയിട്ടില്ല, കടലിൽ നിന്ന് പിടിച്ചോണ്ട് വന്നവര്. ഇതേ മത്തി. നമ്മുടെ മത്തി ഇല്ലാത്ത പരിപാടി എന്താ? സൂപ്പർ മത്തിയാണ്, പച്ച മത്തി. ആ ടോബിക്ക് പച്ച മത്തിയും കൊടുക്കും, നമുക്ക് നങ്കു കൊടുക്കാം. ശരണ്യക്ക് ഒരു കാര്യം അറിയണ, ഈ 2 മീനും കൂടി എത്ര രൂപയ്ക്കാണെന്നറിയാവോ? ആ എന്നാ ആ മീനില്ലേ, ഈ ഇത്രയും കാണുന്ന മത്തിയും പിന്നെ ഇത്രയും കാണുന്ന നങ്കും കൂടി വെറും 130 രൂപയ്ക്ക്. ആ 100 രൂപയ്ക്ക്. കണ്ട? അപ്പൊ അത് നല്ലതല്ല. അപ്പൊ പട്ടിക്കൊക്കെ വേവിച്ച് കൊടുക്കണ്ടേ? ആ വേവിക്കാം. ആ ശരി ശരി. ശരണ്യ ഞാനിപ്പോ കൊണ്ടുവന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ വെട്ടണം? നമുക്ക് രണ്ടുപേരും കൂടി വെട്ടാം. അമ്മയും കൂടി വെട്ടാന്ന് പറഞ്ഞല്ലോ. മുട്ടുവേദന.
വെട്ടാൻ പാടല്ലേ? ആ ഞാനപ്പോ പെയ്യെ ഇരുന്ന് വെട്ടി പെട്ടെന്ന് വരും. ആ പയ്യെ ഇരുന്ന് വെട്ടി പെട്ടെന്ന് വരും അല്ലേ? പയ്യായിരുന്നോട്ടെ പെട്ടെന്ന് അപ്പൊ അമ്മ എന്നാ ചെയ്യും? അമ്മ പൈരടി. ആ അപ്പൊ ഞാൻ ഇത് വെട്ടിക്കൊണ്ട് വരാം. ആ ശരണ്യ എന്തോ മീൻ വെട്ടാൻ തുടങ്ങിയാ? മീൻ വെട്ടാൻ കൂട്ടുകാരെ ഈ മീൻ വെട്ടുന്നത് എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചത്. ആ ഇത് ഇത് പ്രത്യേകം ഇങ്ങനെ തൊലി പൊളിച്ചിട്ടുണ്ടല്ലേ? ഇങ്ങനെ തോളി ചിലവര് കടലായിട്ട് തേക്കും. എനിക്കത് ഇഷ്ടമല്ലാത്തോണ്ട് ഞാനിത് തൊലി പൊളിക്കും അല്ലേ? തോളി പൊളിച്ചു. ആ ഇതിങ്ങനെ എല്ലാം തൊലി പൊളിച്ചെടുത്താ സിമ്പിൾ ആണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേ? ഇവിടെ നങ്ക്. ഇവിടെ നാങ്ക്. ഇതെന്തുവാ? ആ. പിന്നെ ഇതിന്റെ വലുതിനൊക്കെ വേറെ എന്തോ പേരൊക്കെ ഇവിടെ പറയും. ആ അതാണ് ഞണ്ട്. ഞണ്ട്. ആ ഉണ്ടായിരുന്നു ഞണ്ട്. ആ ഞണ്ട് അവിടെ ഞാൻ ചെന്നപ്പോ തീർന്നു പോയെന്നെ. നമുക്ക് വേണ്ട. ആ ഞണ്ട് വേണ്ട അഞ്ഞല്ലേ? വേണ്ടായിരുന്നു. ആ എന്തോ ശരണ്യൻ ആരോ വിളിക്കുന്നുണ്ട്. ചേച്ചി ഞാൻ വരാം. ഞാൻ മീൻ വെട്ടുവാ. ആ അമ്മയുണ്ട്. ഒന്ന് വിളിച്ചാ അമ്മ ചേച്ചി വിളിക്കുന്നു. ഒന്ന് ഗേറ്റിന്റെ അവിടെ ചെല്ല്. അതെ കൂട്ടുകാരെ ഞാൻ മീൻ വെട്ടുന്നോണ്ടാ പോകാതെ. നിങ്ങൾ ഓർക്കും വിളിച്ചിട്ട് പോകാത്തയാണ്. മീൻ വെട്ടുമ്പോ വേറെ പൂച്ചകൾ വന്ന് എടുക്കും. ആ അതെ അതെ. പോ നോക്കണം. വേണ്ട. എന്താണെന്നറിയാമോ ചേച്ചി എപ്പോഴേ ഒന്ന് പൊളിച്ചുകൂടി കാണിച്ചുകൂടി. ടോബി സമയം കഴിഞ്ഞു പോയി. എന്റെ കുഴപ്പമാണ് ടോബി. നീ മിണ്ടല്ലേ? നിനക്ക് തരാം. നിനക്കുള്ള മത്തി ഞാൻ സ്പെഷ്യലി മേടിച്ചിട്ടുണ്ട് കേട്ടാ. ചന്നെ മേടിച്ചു പോയി. ഇനി മത്തി എന്നെ കൊണ്ട് വെട്ടിക്കുക എന്നൊക്കെ അങ്ങനെ വിചാരിച്ചാ? ആഹാ ഞാൻ അങ്ങനെ ചെയ്യുവാ. എൻ്റെ ശരണ്യന് ഈ നേരത്ത് വന്നിട്ട് 2 സൈസ് മീൻ വെട്ടി കറി വെക്കാൻ ഞാൻ പറയുവാ. അല്ല മത്തി ഇഷ്ടല്ലേ? മത്തി അതൊക്കെ ഇപ്പൊ ചെറുതല്ലേ, പോട്ടെ. ഈ നങ്ക് മുളകി വെക്കണം. തേങ്ങ അരച്ച് വെക്കാൻ കൊള്ളത്തില്ല. ആ അച്ഛന് ഭയങ്കര ചുമയുണ്ട് അവിടെ. ആ ചുമയുണ്ട്. അച്ഛനെ അച്ചുക്കുട്ടി പരീക്ഷയും കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ. അവളെ അച്ചുക്കുട്ടീനെ കൊണ്ടേ ആക്കാൻ പോയി. എന്താ അമ്മ ചേച്ചി വന്ന? അപ്പൊ കൂട്ടുകാരെ ഇതെല്ലാം ഞാനെല്ലാം വെട്ടിയിട്ട് നിങ്ങളുടെ കണ്ട പൊളിച്ചിടണ കണ്ട ഇങ്ങനെയാണ് പൊളിക്കണം. ഒരെണ്ണം കൂടി പൊളിക്കണം കാണിച്ചേക്കാം നമ്മുടെ കൂട്ടുകാരെ. എങ്ങനെയാണ് പൊളിക്കണം ഒന്ന് കാണിച്ചേ. ആദ്യമേ നമ്മൾ തലയില്ലേ ആ ഇങ്ങനെ എടുക്കണം. ആ തല കളയണം. ഇങ്ങനെ എടുക്കണം. ആ അതിന്റെ അകത്തെ ഈ സംഭവല്ലേ ആ ഇങ്ങനെ വെട്ടി ഇങ്ങനെ എടുത്ത് മാറ്റണം. ആ മാറ്റണം. അകത്തെ നല്ല വൃത്തിയില്ലേ എന്നിട്ട് ഇങ്ങനെ പിടിക്കണം. ആ അതെ എന്നിട്ട് ഇങ്ങനെ. ആ ഇത്ര വെള്ളല്ലേ? പിന്നെ അപ്പുറത്ത് കൊണ്ട് ഇതിന്റെ അപ്പുറത്ത് വെള്ളം കൂരി കളയണ പോലെ. ആ എടാ കണ്ട നല്ല വൃത്തിയാകും അപ്പൊ. ആ നേരം കൊണ്ട് എത്ര വെട്ടി നോക്കിക്കോ. ആ അതെ അതെ. ആ അടിപൊളിയാണ് കേട്ടോ. ശരണ്യ നങ്ക് വെട്ടണം ഇതുവരെ ഇട്ടിട്ടില്ല. എല്ലാ മീൻ വെട്ടണതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ. ചൂര വെട്ടണത്, അയില വെട്ടണത്, മത്തി വെട്ടണം എല്ലാം. അല്ല കൂടുതലും മത്തിയും ചൂരയാണ് കൂടുതൽ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇത് കാണിച്ചിട്ടില്ല. ഇത് കാണിച്ചിട്ടില്ല. അപ്പൊ ശരണ്യ ഇതെല്ലാം വെട്ടിയിട്ട് കാണിച്ചു തരാം. അച്ചുക്കുട്ടീനെ അച്ഛൻ വണ്ടിയെ കൊണ്ടുപോയി ആക്കാൻ പോയി. അച്ചു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നത്തോടെ ഉണ്ട് പരീക്ഷ? 23-ാം തീയതി. അപ്പൊ അത് കഴിഞ്ഞ് ക്രിസ്മസ് അവധി അല്ലേ? അപ്പൊ അതെ അങ്ങനെ അച്ചുവിനെ കൊണ്ട് അച്ഛനാക്കാൻ പോവുകയാണ്. അടിപൊളി 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 സൂപ്പർ. നാണക്കേടാ? ശരണ്യ പാട്ട് പാടുന്നത് നല്ലതല്ലേ ശരണ്യ? അല്ല ഞാൻ ഇടും കേട്ടാ. ശരണ്യ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട് കേട്ടാ. കൂട്ടുകാരെ കേൾപ്പിക്കാം. ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ. ആ കൂട്ടുകാരെ ഇങ്ങനെ ഇടക്കിടക്കൊക്കെ പാടും. ഞാനിങ്ങനെ പെട്ടെന്നൊക്കെ ഒന്ന് ശ്രുതിയൊന്നും ഇല്ലെന്ന് അടിപൊളിയായിട്ട് പാടി കേട്ടാ. ഞാനത് എനിക്കറിയാം ശരണ്യ ഇങ്ങനെ ഇടയ്ക്കൊരു മൂളിപ്പാട്ടൊക്കെ പാടും. പിന്നെ നമ്മൾ പറഞ്ഞ പാടിയൊന്നുമില്ല. അതുകൊണ്ട്
പാടിയത്. അതുകൊണ്ടാ പാടിയത്. അങ്ങനെ ശരണ്യ പാട്ടൊക്കെ പാടി മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ വന്നു ഇപ്പോഴത്തെ കറങ്ങി ഏതായാലും ആസ്വദിച്ച് തന്നെയല്ലേ ശരണ്യ ചെയ്തോണ്ടിരിക്കണം മീൻ വെട്ടണത്. എന്റെ പാട്ടൊക്കെ പാടി ആസ്വദി. പാട്ട് കേട്ട് പശുവോ ആരുടെ ഓടിപ്പോയ എന്നൊന്നും പറയല്ലേ. എന്റെ ദൈവമേ, കണ്ട പട്ടി വരെ അഭിനന്ദിക്കുന്നു ശരണ്യ. വാടിക്കാ ചേച്ചി എന്നിട്ട് വേണം എനിക്ക് കൂട്ടിന്നത് ഓടാ. ഇനി ശരണ്യ പാടിയല്ല ടോബി. എന്നെ തുറന്ന് വിടാ. ചെലപ്പോ അഭിനന്ദിക്കണെങ്കില അത് പറയാനും പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാം കൊരയിട്ട് കരുതും. ചെലപ്പോ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് പോകാം ടോബിക്ക്. ഞാനിവിടെ ഇല്ലെന്ന് കരുതി ശരണ്യ പാട്ട് പാട്. ഇനി പാടിയ മോശം ആണോ? ഇനി പാടിയാല. ഇനി ബാക്കി ശ്രുതി വരത്തില്ല. ശ്രുതി വേണം. സുധി അങ്ങനെ വണ്ടിയെ പോണുണ്ടായിരുന്നു. ആണോ? എവിടെ മൊബൈലായിട്ടാണോ? ആ മൊബൈലായിട്ട്. ആ ശ്രുതി അല്ല, പാട്ട് ശ്രുതി. പാട്ട് ശ്രുതിയാ? പാട്ട് ശ്രുതി. ആ സംഭവം എന്റെ കൂട്ട എനിക്കെല്ലാം അക്ഷരത്തെറ്റാ വരുന്നത്. ചെറിയ അക്ഷരങ്ങളൊക്കെ വരും അല്ലേ അങ്ങനെ. അപ്പൊ ഞാൻ കൊഞ്ചി പറയുവാണോന്ന്. പക്ഷെ അല്ല കൂട്ട ശ്രീ അതൊന്നും വരികയല്ല. എന്റെ കൂട്ടുകാരെ അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ചിലപ്പോ അല്ലേ. നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പൊ എന്നാ ശരണ്യ ബാക്കി കൂടി വെട്ട്. ഞാൻ ഇനി കറങ്ങി വരുമെന്ന് ഇല്ല, ഞാൻ ഇനി വന്നില്ല. ശരണ്യ പാട്ടുപാടി വെട്ടിക്കോ കേട്ടാ. നമ്മുടെ അമ്മ എന്തോ കാര്യമായ ഗൗരവത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ്. ഞാൻ നോക്കുമ്പോ ഏതാണ്ടും ഒക്കെ ആലോചനയില. എനിക്ക് ഇരുന്നിട്ട് അരിയാൻ കാലുകൊണ്ട് മേലാത്തോണ്ടാണ്. നിന്നുണ്ടൊക്കെ അരിയുന്നു. കാല ബാൻഡേജ് ഇട്ടിരിക്കണ കാരണം ഒട്ടും ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അത് കാരണം അപ്പൊ അമ്മ ആ നേരത്ത് പയറൊക്കെ അരിഞ്ഞു വെക്കുക. അരിഞ്ഞു വെക്കാം. ശരി. നമ്മുടെ അച്ഛൻ എത്തി. അച്ഛനാക്കിയേച്ചും അച്ഛൻ ആ നേരത്ത് എത്തിയിരിക്കുകയാണ്. അച്ഛാ, അച്ഛനെ കൊണ്ടാക്കിയല്ലേ? പിന്നെ ഇന്ന് വീഡിയോ ശരണ്യ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നു. നമ്മുടെ കൂട്ടുകാരെ കാണിക്കുകയാണ്. ഇന്നത്തെ ശരണ്യയുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ. ഒരു ദിവസം ഫുള്ളായിട്ടില്ല, എന്നാലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ. എന്നാ വന്നതും അച്ഛന് വണ്ടി കൊടുത്ത അമ്മ ഇത്ര കറക്റ്റായിട്ട് എങ്ങനെ മനസ്സിലാക്കി അമ്മേ അച്ഛൻ ഇപ്പൊ വരുമെന്ന്? എന്തോ തിരക്കിലാണ്. ഞാൻ ചോദിക്കുന്നതിനൊന്നും മറുപടി. അമ്മ വന്നപ്പോഴേ അച്ഛന് പണി കൊടുത്തോ അമ്മ? അച്ഛനോട് ഞാൻ പറഞ്ഞാണ് എനിക്കൊന്ന് അറിഞ്ഞത്. എന്നാ അച്ഛൻ പണി തുടങ്ങിക്കോ. കണ്ടാ അച്ഛൻ അങ്ങനെ നല്ല സ്പീഡിൽ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. കണ്ടാ അച്ഛാ, കൈ സൂക്ഷിക്കണം കേട്ടാ. ശരണ്യേ, അവിടെ അച്ഛനൊക്കെ പയറരിയാണ്. ശരണ്യ ഇത് തീർന്ന? നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്തല്ലോ. തൊലിയൊക്കെ പൊളിച്ചെടുത്തല്ല ശരണ്യ. എന്നാ ഇത്ര മതി ശരണ്യ. ബാക്കി എല്ലാം കൂടി ടോബിക്ക് കൊടുത്തേക്ക. നമുക്ക് ഇത്രയും കറി വെച്ചാൽ മതി. അത് കുത്തിയിരുന്ന് വെട്ടണ്ടേ? ആണോ? എന്നാ ശരി. ഇരുന്നിരുന്ന് ഇപ്പൊ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്നാ ഇത് ബാക്കി കൂടി ചെയ്. ഞാൻ പറഞ്ഞല്ലോ ടോബിക്ക് വേണേ കൊടുത്തു തരും ബാക്കി. തന്നെയാ വെട്ടി തീർന്ന? അതെ, അടിപൊളിയായിട്ടാണ് വെട്ടിയിരിക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ട്. അപ്പൊ ഇനി ഇത് കറി വെച്ചാ മതി അല്ലേ? കഴുകിയിട്ട് കറി വെച്ചാ മതിയല്ലോ. അപ്പൊ എത്രയും വേഗം ആയി. ശരണ്യ, എന്താ മീനൊക്കെ കഴുകിയാ? അതെന്നാണ് ശരണ്യ? സവോള അരിഞ്ഞത്. സവോള ഇട്ടോണ്ടിരിക്കുകയാണല്ലേ? ഇനി എന്നാണ്? വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞെടുക്കണം. എന്നാ അരിഞ്ഞിട്ട് കാണിച്ചു. ഇല്ല. മീൻ കഴുകി നല്ല വൃത്തിയാക്കി അല്ലേ? വൃത്തിയാക്കി. ഇനി നമ്മൾ കുറച്ച് കഷ്ണം എടുത്ത് വറക്കാനും വെക്കും.
വറക്കും. വറക്കും. ടോബിയുടെ മീനെന്തേ? തിളച്ചിട്ടിരിക്കും. ആ, ടോബിയുടെ മീന് തിളച്ചണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ പയറെന്തേ ശരണ്യ? പയറ് ഞാൻ തോരൻ വെക്കാൻ പോകുന്നു. ആ, വെളുത്തുള്ളി പൊളിച്ചെടുക്കട്ടെ. ശരണ്യ, എന്തോ? അതന്നെ മാങ്ങായ? മാങ്ങയല്ല, പിന്നെ ഇതിന്റെ പേര് പറഞ്ഞു കൊടുക്കും. ക്യാപ്സിക്കോ? ഞാൻ പറഞ്ഞു വരുമ്പോ കൂട്ടുകാരെ ഇതിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതെ, ക്യാപ്സിക്കോ. ആ, അതെ. എന്റെ കൂട്ടുകാരെ ഒന്നും തോന്നരുത്, കാരണം ഞങ്ങൾ പറഞ്ഞായിരുന്നല്ല അല്ലേ. അപ്പൊ അങ്ങനെ ക്യാപ്സിക്കോയും സവാളയൊക്കെ ഇട്ട് ഇപ്പൊ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ചട്ടിയുടെ അല്ലേ. ഇതിന്റെ കുരുയില്ലേ, ആ, നമ്മളെ കുഴിച്ചിടും. ആ. ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആണോ? ആ, നേരാണ്. മരം വെട്ടുകാരൻ അതിന്റെ പുറത്തിട്ട് അത് വെച്ചേക്കാം. ബൊക്കയാ. ബൊക്കയാണെന്നത് തന്നച്ച് പറയുന്നത് ബൊക്കയാണെന്ന്. ആ, ഇരിക്കട്ടെ, നമുക്ക് ഒഴിച്ചിടായതല്ലേ. ആ, ശരി. അല്ല, അതെന്നാണ് ശരണ്യ ഇപ്പൊ അരിയുന്നത്? പച്ചമുളക്. ആ, പച്ചമുളകാണല്ലേ ഇപ്പൊ ഇതിന് അരിയുന്നത്. എരിവില്ലല്ലോ. ആ, അതിനകത്ത് അതേപോലെ ഇത് ഇട്ടാ പച്ചമുളക്? ഇല്ല, പൊളന്നു. ആ, പൊളന്നിട്ടിരിക്കുകയാണ് അതിന്റെ അകത്ത്. ഇനി വേവ് ഞാൻ നോക്കിയപ്പോ ഇത് അതേപടി കിടക്കണ പോലെ ഇതിന് തോന്നി. വേണ്ട കഴിവല്ലേ, ആ, 2 പീസ് ആയിക്കോളും. ആണല്ലേ. ആ, അപ്പൊ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇടണുണ്ട്. ഇഞ്ചി ഇടുന്നുണ്ട്. ആ, ഇടാനില്ല മീൻകറിക്ക്. അരിവിടാറില്ലേ? അല്ല, മത്തിക്കോ അല്ലിക്കോ ചൂരക്കറിക്കേ ഇടാവുള്ളൂ. ആ, ആ, ഞാനൊരു ഇതിന് ഇട്ടേക്കുന്നു. ആ, ടേസ്റ്റിന്. അപ്പൊ ഇനി ഇഞ്ചി കൂടി ഇടണം. ഇനി കൂടെ ഇട്ട് മീനും ഇട്ട് മുളക് പൊടി ഇട്ടാൽ മതി. മുളക് പൊടി ചൂടാക്കത്തൊന്നുമില്ല കേട്ടോ. ഇത് ആ, എളുപ്പത്തിനുള്ള പരിപാടിക്ക് ഇങ്ങനെ ചെയ്യും. ചെയ്യുന്നു. ശരണ്യ, എന്താ ഇച്ചിരി മഞ്ഞപ്പൊടി ഉണ്ട്. ആ, ആ, മഞ്ഞപ്പൊടി ഇട്ട്. മഞ്ഞപ്പൊടി ഇട്ടു. ആ, ഇതൊക്കെ പറയണ്ടേ ശരണ്യ? മഞ്ഞപ്പൊടി ഞാനല്ലേ പിന്നെ ഇടക്കിടക്ക് എപ്പോഴും ശരണ്യ ശരണ്യാന്ന് വിളിക്കണ്ടേ? അത് വിളിക്കുന്ന രസമല്ലേ. അല്ല, കൂട്ടുകാരോട് പറയണ്ടേ? അപ്പൊ കൂട്ടുകാരെ ആ, മുളക് പൊടി ഇടാൻ പോകുന്നു. ഇടാൻ പോകുന്നു. ആ, നമ്മളെ മുളക് പൊടി പ്രത്യേകം അറിയാമല്ലോ, കാശ്മീർ മുളക് പൊടി ആയതുകൊണ്ട് ആ, അതിന്റെ നിറം ഉണ്ട്. അപ്പൊ 2 സ്പൂൺ ചേർത്തുള്ളൂ. ആ, 2 സ്പൂൺ മുളക് പൊടി കൂടി ഇതിലായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ ശരണ്യ? നമ്മൾ മുളക് പൊടി ഇനി എന്തോ ചെയ്യാൻ പോണെന്നുണ്ട് ശരണ്യ. അതെന്നാണ് ശരണ്യ? ഉപ്പ്. ആ, പിന്നെ അമ്മ അവിടെ എന്തോ പാത്രമൊക്കെ ആ നേരത്ത് കഴുകണുണ്ട്. ശരണ്യ എണ്ണ. എണ്ണ. ഇത് തുറക്കാൻ എണ്ണ ഇല്ലാത്ത പരിപാടിയില്ല. ആ, അത്ര ഉള്ളു കാര്യം. എണ്ണ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുക. ആ, പിന്നെ നമ്മുടെ ഇച്ചിരി വെള്ളം നമ്മുടെ ഇച്ചിരി വെള്ളം. ഇച്ചിരി വെള്ളം. ആ, ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക അല്ലേ. ആ, പിന്നെ ഇച്ചിരി വെള്ളം ഒഴിക്കാവുള്ളൂ. ആ, ഇച്ചിരിയേ ഒഴിക്കാവുള്ളെന്ന് പറഞ്ഞിട്ട് ചന്നി വെള്ളം ഒഴിച്ചല്ലോ. ഇച്ചിരി ഒഴിച്ചു. അല്ല, മീൻ വേഗണ്ട. കൈ തിളക്കുന്നില്ല. കാണാം. ഇത് എന്താന്ന് അറിയാമല്ലോ, നീല കയ്യൂതും. അപ്പൊ ഇത് ഇട്ടു. മീൻമാരിട്ട് ആ, ഇടാൻ പോയാണ്. അല്ലമ്മ, ഞാൻ ഇട്ടോളാം. ഏതായാലും എന്റെ കൈ ചീത്തയായി. നമ്മളെ കൈ കൂടെ ചീത്ത കണ്ട. അന്നേരിട്ടോ. ആ, നേരെ. അപ്പൊ കൂടെ ആ, അങ്ങനെ നമ്മുടെ നങ്ക് അങ്ങോട്ട് വാരി വാരി ഇട്ടണ്ടിരിക്കുകയാണ് ശരണ്യ. മതി വറക്കാൻ. മതിയാകും. അപ്പൊ അങ്ങനെ നങ്ക് വാരി വാരി ഇട്ടുണ്ട്. എന്നാണ് ശരണ്യ ചോദിച്ചാൽ വറക്കാൻ മതിയാണ്. ഇത് വറക്കാൻ മതിയെന്ന് അമ്മോട് ചോദിച്ചാ. ആ, അപ്പൊ നമ്മളെ നങ്ക് കറി. നമ്മളെ ആ, ഗ്യാസ് വെക്കത്തില്ല. പിന്നെ എങ്ങനെ? നമ്മൾ അടുപ്പേ വെക്കുക. അടപ്പല്ല. അപ്പൊ ഇനി ഇതൊന്ന് അടപ്പ വെച്ച് അടുപ്പേ വെച്ചിട്ട് നിങ്ങളെ വേവിച്ചിട്ട് കാണിച്ചു ഇപ്പൊ തരാം. തന്നെ ഒരു ഭംഗിയില്ലേ? അതെ, അതെ, അതെ. ആ, ഒരു സാധനം ഇട്ടില്ല. എന്നാ? വേപ്പില. വേപ്പില പുളി. ആ, മറന്നുപോയാ? വീഡിയോ എടുക്കണ കാരണം മറന്നുപോയല്ലേ? വേപ്പില കഴുകാൻ വേണ്ടി ഇട്ടേക്കോ. ആ, അപ്പൊ അങ്ങനെ വേപ്പില ഇട്ട് ഇനി എന്നാണ് ശരണ്യ ഇടണ്ട? നമ്മളെ പുളി ചെയ്യണം. ആ, കണ്ട വേപ്പില ഇട്ടപ്പോഴാ ഭംഗി വന്നത്. അതെന്നാണ് ശരണ്യ? പുളിയാ? പുളി വെള്ളം ആ, ആ, പുളിയൊക്കെ ഇട്ട് അല്ലേ? ഇട്ടു. ആ, ഇനി നമുക്കൊന്ന് തീ പിടിപ്പിച്ച് അടുപ്പിലോട്ട് വെക്കാം. ആ, ശരി ശരി. അടപ്പ വെച്ചിട്ട് കാണിച്ചു തരാം അല്ലേ? അപ്പൊ ആ നേരത്തെ അമ്മ പയലരിഞ്ഞ് വെള്ളത്തിട്ട്. അമ്മയല്ല അരിഞ്ഞ കേട്ടോ, അച്ഛനാണ് അരിഞ്ഞത്. പിന്നെ അത് തേങ്ങയൊക്കെ ചെരുണ്ടി വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ ടോബിയുടെ മത്തി ഇരുന്ന് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യ, എന്തോ എവിടം വരെ രണ്ടുപേരുടെയും പാചകം? തോരൻ വെച്ചു. ആ, അമ്മ മീൻ
അമ്മ മീൻ വറുത്തോണ്ടിരിക്കുന്നു. അത് മീൻ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. ആ കഴിഞ്ഞു. അടിപൊളിയായിട്ട് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് മീൻ വറുത്തത് ഇപ്പുറത്ത് കാണിച്ചു തരാം. ആ തേങ്ങത്തോരൻ, ഇപ്പുറത്തെടുത്തോണ്ട് വന്ന് കാണിച്ചു തരാം. എന്റെ തേങ്ങത്തോരൻ. അടിപൊളി തോരനാണല്ലോ വെച്ചിരിക്കുന്നത്. സൂപ്പർ തോരൻ. എപ്പോഴും മഞ്ഞക്കെല്ലാം വെച്ചേന്ന്. ആ പിന്നെ മുച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് അങ്ങനെയാക്കി. അങ്ങനെയാക്കി. അപ്പം കണ്ട കൂട്ടുകാരെ, നമ്മുടെ അടിപൊളി തോരനും പിന്നെ നമ്മുടെ മീൻ വറുത്തതും പിന്നെ നമ്മുടെ ഇത് ചട്ടി അടപ്പയിലാണല്ലേ. കാണിക്കാം. മീൻ അങ്ങനെ ഇരുന്ന് പറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ. പറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ മീൻ ഇച്ചിരി കൂടി ഇരുന്ന് പറ്റട്ടെ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഉച്ച വരെയുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്കുള്ള സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും ഒക്കെ സുഖം തന്നെ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ഞങ്ങളെ ഇഷ്ടമായെങ്കിൽ അല്ലേ. മാത്രമേ ചെയ്യാവൂ. അതെ. പിന്നെ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ. ബൈ.